ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഗൈഡാണ്. 10th CBSE മക്കൾക്ക് വേണ്ടി സൈലം അവതരിപ്പിച്ച ഒരു കിടിലൻ ഗൈഡാണ്. ഈ ഗൈഡിൻ്റെ ഈ ഒരു ഫസ്റ്റ് പിക്ചർ കാണുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് അല്ലെങ്കിൽ ഒരു ബുക്കാണ് എന്ന് തോന്നുന്നുണ്ട് അല്ലേ. കാരണം നമ്മൾ സാധാരണ ഒരു ബുക്കാകുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കൊച്ചിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ബുക്ക് തുറന്ന് നോക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മക്കൾ പല ആളുകളും മെസ്സേജ് അയച്ചിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാറുണ്ട്, സാർ നമ്മൾ 10th CBSE എത്തുമ്പോൾ ഈ 10th CBSE എത്തുമ്പോഴാണ് എസ്പെഷ്യലി മക്കൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഏത് ഗൈഡാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്, ഏത് ഗൈഡാണ് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വാങ്ങേണ്ടത് എന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല മക്കളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗൈഡ് വരുന്നുണ്ട് മക്കളെ, അല്ലെങ്കിൽ സൈലത്തിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ മക്കൾ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഗൈഡിലൂടെയാണ്. ഓക്കെ, അപ്പോൾ മക്കൾ ചോദിക്കും എന്തൊക്കെയാണ് ഈ ഒരു ഗൈഡിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ടോപ്പിക്കിനും ഒരൊറ്റ ഗൈഡാണോ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് മക്കൾക്ക് വരാൻ പോകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. സത്യം അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ് എന്നിങ്ങനെ നമ്മുടെ 4 ടോപ്പിക്സ് കൃത്യമായിട്ടും ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ടും ഏതൊക്കെ പേജസിലാണ് ഏതൊക്കെ ടോപ്പിക്സ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഗൈഡ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സൈലം അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഗൈഡ് തുറക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഓരോ ഈ പറയുന്ന പോലെ തന്നെ ജിയോഗ്രഫി ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ഇതിൽ ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നമുക്ക് കാണുന്നത് ജിയോഗ്രഫിയുടെ ചാപ്റ്റേഴ്സ് ആണ്, ദെൻ ഇക്കണോമിക്സ്, ദെൻ ഹിസ്റ്ററി, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം നേരെ എങ്ങോട്ടേക്ക് പോവാണ്, ഹിസ്റ്ററിയിലേക്ക് പോവാണ്. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഞാൻ പോവാണ്. അതായത് ഒറ്റ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ചാപ്റ്റർ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സാർ ഇപ്പോൾ തപ്പണം അല്ലെങ്കിൽ സാർ ഇങ്ങനെ തെരഞ്ഞു പോകണോ എന്ന് സംശയമുണ്ടെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. ഏത് പേജിലാണ് ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത് എന്ന് കൃത്യമായിട്ടും എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. സ്കൂൾ ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന 10th CBSE നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കോണ്ടന്റും ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെയല്ല തന്നിട്ടുള്ളത്, പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ തന്നിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കുറേ അധികം പേജസ് വായിക്കാനുണ്ടാവും. അപ്പോൾ മക്കൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, സാർ ഭയങ്കര ബോറിംഗ് ആണ്, സാർ ഇത്രയും പേജസ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരാറുണ്ട്. പക്ഷെ മക്കൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ്, പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ടാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, വായിച്ചിരിക്കും. കുറച്ചും കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, അത് നമ്മുടെ ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു 8 പോയിന്റിലൂടെ ഫസ്റ്റ് പേജിൽ തന്നെ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കൊരു 8 പോയിന്റ് ആയിട്ടാണ് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് വായിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്തു, എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ പേജസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. ഈ പറയുന്ന പോലെ തന്നെ ചാർട്ടായിട്ടും അതുപോലെ തന്നെ പോയിന്റ് ആയിട്ടും പിക്ചേഴ്സ് ആയിട്ടും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗൈഡ് മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ പറ്റും അല്ലേ. ഇത് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇനി ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ജിയോഗ്രഫിയിൽ നമ്മൾ നമ്പർ ഓഫ് പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ. ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മക്കൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ പിക്ചർ കാണുമ്പോഴായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പിക്ചർ ബേസിൽ തന്നെയാണ് ജിയോഗ്രഫി അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ പിക്ചേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്, അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ടും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ കൃത്യമായിട്ടും ഓരോ ടോപ്പിക്കുകളും ഈ പറയുന്ന പോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും ബോക്സ് ആയിട്ട് കൊടുക്കേണ്ടതിന് കൃത്യമായിട്ടും ബോക്സ് ആയിട്ട് കൊടുത്തും അതുപോലെ തന്നെ പോയിന്റ് വൈസും ഈ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് വൈസ് ഒക്കെ കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലത് ഡയഗ്രമായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോണ്ടന്റ് എങ്ങനെയാണോ കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കീവേഡ്സ്, ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്പർ ഓഫ് കീവേഡ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പല ആളുകളും കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈവ് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഡെഫിനിഷൻ പറയുമോ, ഈ പറയുന്ന ഓരോ കാര്യത്തിൻ്റെയും ഡെഫിനിഷൻ പറയുമോ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെയൊക്കെ ഡെഫിനിഷൻ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് നമ്മുടെ നാഷണലിസം എന്താണ് അല്ലെങ്കിൽ ആബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് എന്നൊക്കെ മക്കൾ ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് കീവേഡ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും മറന്നു പോകുന്നൊരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കീ ഡേറ്റ്സ് ആൻഡ് പേഴ്സണാലിറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളും അതുപോലെ തന്നെ ഒരു ഇവൻറ്റ് നടന്ന ഇയറും ഒക്കെ കൃത്യമായിട്ടും ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു
ഗൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവൻറ്റ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ പഠിക്കുമ്പോൾ ഇവൻറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഇവൻറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ വെച്ചുകൊണ്ട് തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ടാണ് ഈ പറയുന്ന ഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഗൈഡിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണോ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. NCERT എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ NCERTയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഓരോ ചാപ്റ്റേഴ്സും. ഈ ഒരു ചാപ്റ്റർ ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ജിയോഗ്രഫി ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും വെച്ചാൽ ഒരു ചാപ്റ്റേഴ്സിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ NCERT എക്സസൈസും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ടെക്സ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് ഓരോ ചാപ്റ്റേഴ്സിനും ബാക്കിലായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുക്കുന്ന സമയത്ത് മക്കൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഞങ്ങൾ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്, എത്ര വേർഡ്സാണ് ഞങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മക്കൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ ചില ഫ്രണ്ട്സ് പറയും ഒരു 3 ലൈൻസ് എഴുതിയാൽ മതി 3 മാർക്ക്, അല്ലെങ്കിൽ 5 ലൈൻസ് എഴുതിയാൽ മതി 5 മാർക്ക്. അപ്പോൾ എക്സാമിനേഷൻ അങ്ങനെ എഴുതുന്നു. അതിനുശേഷം സ്കൂളിൽ ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, മാർക്ക് തരുന്നില്ല. ഓക്കെ, ടീച്ചർ പറയുന്നു ഇത്ര പോയിന്റ്സ് പോരായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഡിക്ഷനാണ് അവിടെ ഫ്രണ്ട്സൊക്കെ എന്താണ് ഇത്ര എഴുതിയാൽ മതിയാവും എന്നുള്ളൊരു പ്രഡിക്ഷനാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ലെങ്ത് അനുസരിച്ച് വെയിറ്റേജ് അനുസരിച്ച് എത്രയാണ് എഴുതേണ്ടത് എന്ന് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. വൺ ഓഫ് ദ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും പെർഫെക്റ്റ് ആവാൻ നമ്മൾ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആവാൻ പറ്റുമെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് തോന്നിപ്പോകും. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വിക്ക് റീകോൾ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അസേർഷൻ റീസൺ ഒക്കെ മക്കൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ ആണ്. അതായത് ചില ടോപ്പിക്ക് വായിക്കുമ്പോൾ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് എന്താണ് ഇതിൽ ഏതാണ് ഫോൾട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെ മക്കൾ ചിലപ്പോൾ ഡൗട്ട് ആവാറുണ്ട്. അതായത് അസേർഷനും റീസണും ട്രൂ ആയിരിക്കും, പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് അത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെ ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ചാപ്റ്ററിൽ വരാൻ പോകുന്ന മാക്സിമം നമ്പർ ഓഫ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഗൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്. അതായത് ഇപ്പോൾ റഷ്യ പ്രഷ്യ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ എന്ത് തരും, ഓപ്ഷൻസ് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പഠിക്കുന്ന കുട്ടികളാണ് ചാടിയിട്ട് എന്ത് ചെയ്താൽ ഇതിന് ആൻസർ എനിക്കറിയാം, റഷ്യയാണോ പ്രഷ്യാണോ എന്ന് സ്പെല്ലിംഗ് ഒന്നും നോക്കാതെ ഇത് റഷ്യയാണ് അല്ലെങ്കിൽ ഇത് പ്രഷ്യാണെന്ന് പറഞ്ഞിട്ട് ക്വിക്കായിട്ട് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് ടിക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കി കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും എവിടെ വരാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ എന്തിലൂടെ പറ്റും, ഈ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ നമുക്കൊക്കെ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, വെരി ഷോർട്ട് ആൻസർ, ലോങ് ആൻസേഴ്സ്, ഇങ്ങനെ ഓരോ വെയിറ്റേജിനനുസരിച്ച് ഈ പറയുന്ന പോലെ തന്നെ എത്രയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതൊന്നും ബ്ലാങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് വരാൻ പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾ നോക്കിയാൽ മതി കൃത്യമായിട്ടും ഏത് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് വായിക്കുന്നു, അതിനുശേഷം ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ അല്ല. ഓരോ ഇയേഴ്സിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ഗൈഡിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മക്കൾ പലപ്പോഴും പറയാറുണ്ട്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ ആൻസേഴ്സ് അതിന് അകത്ത് തന്നെ ഉണ്ടാവില്ല, അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന്. പക്ഷേ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് പല മക്കളും പറഞ്ഞിട്ടുണ്ട് സാർ അതങ്ങനെ അല്ലായിരുന്നു അല്ലേ എന്ന് പല മക്കളും പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചില കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എവിടെ ഉണ്ടാവില്ല, ആ കേസിനകത്ത് ഉണ്ടാവില്ല, അതിലേക്കുള്ള ഹിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും പഠിച്ചു പോയാൽ മാത്രമേ ഇത് പ്രീവിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ ഗൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു ഭാഗമാണ് ഇമേജ് അല്ലെങ്കിൽ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പല മക്കളും ചോദിക്കാറുണ്ട്, സാർ ഒരു പിക്ചർ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ തന്നെ ആരാണ് ഈ ഒരു പെയിൻറ്റിങ് വരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഇയറിലെ പെയിൻറ്റിംഗ് ആണ്, ഇങ്ങനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ വരാറ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇമേജ് ബേസ്ഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ
ഈ ഒരു ഗൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. then ലാസ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത് കോമ്പറ്റേറ്റീവ് ലെവൽ, അതായത് നമ്മൾ ഈ പറയുന്ന കുറച്ചും കൂടി പ്രോ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ നോർമലി നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്കിൽ തന്നെ കുറച്ചും കൂടി പ്രോ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് ലെവലിൽ വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കോമ്പറ്റേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു ഗൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 6 ഗൈഡുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നത്, Xylem അവതരിപ്പിക്കുന്നത് അല്ലേ. സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലാണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2, അതുപോലെ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇങ്ങനെ 6 ഗൈഡുകളാണ് Xylem നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 ഗൈഡുകൾ കൂടി വളരെ വലിയ എമൗണ്ട് ആവും എന്നുള്ളതായിരിക്കും മക്കളുടെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. 1500 രൂപയ്ക്കാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം എന്താ പറയുക ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഗൈഡ് മക്കൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ Xylem സ്റ്റോറിൽ CBSE സെഷനിൽ എന്ത് ചെയ്യുക, മക്കൾ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. ബൈ.